ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ചോറിനോടെ കഴിക്കാൻ വേണ്ടി നല്ലൊരു ഒഴിച്ചുകറി കേട്ടോ. പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും, നല്ല ടേസ്റ്റുമാണ്. ചോറ് കഴിക്കാൻ ഈ ഒരു കറി മാത്രം മതി കേട്ടോ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ. അതുപോലെ ഇതുവരെ എന്നെ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ എന്തുവാ കറി വയ്ക്കുന്നതെന്ന് വെച്ചാൽ ചക്കക്കുരുവാണ്. ചക്കക്കുരും മാങ്ങയും കൂടെ നമുക്ക് അടിപൊളിയായിട്ട് കറി ഉണ്ടാക്കിയെടുക്കാം. അപ്പം ചക്കക്കുരു ദാണ്ട് ഞാൻ പൊളിച്ച് തൊലിയെല്ലാം കളഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മാങ്ങ അധികം പുളിയില്ലാത്ത മാങ്ങ കേട്ടോ നല്ലത്. അപ്പോൾ ഒരു മുറി മാങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള മാങ്ങയായതുകൊണ്ട് ഒരു മുറി മാങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ചക്കക്കുരു തൊലി കളഞ്ഞ് ചിരണ്ടി എടുത്ത ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ തൊലി ഈ ബ്രൗൺ തൊലി കളയാതിരിക്കുന്നതാണ് നല്ലത്. ഇവിടെ പിന്നെ കളയുന്നതാണ് ഇഷ്ടം, അതുകൊണ്ടാട്ടോ ഞാൻ കളഞ്ഞെടുക്കുന്നത്. ഇതുപോലെ എൻ്റെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അരിഞ്ഞെടുത്ത ശേഷം നമുക്ക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഞാൻ മാങ്ങ ഇതുപോലെ അരിഞ്ഞിട്ടുണ്ട്. എങ്ങനെ വേണമെങ്കിലും അരിയാതെ നമ്മുടെ ഇഷ്ടമാണ്. അതുകൊണ്ട് അതും ഞാൻ ഇതുപോലെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അരിഞ്ഞെടുത്ത ശേഷം നമുക്ക് ആദ്യം ചക്കക്കുരു ഒന്ന് വേവിക്കാം. ചക്കക്കുരു വെന്ത ശേഷം മാത്രം നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാമേ. അപ്പോൾ ഒരു ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ചട്ടിയിലേക്ക് നമുക്ക് ആദ്യം അരിഞ്ഞ് വെച്ചതും ചക്കക്കുരു ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മുളക് പൊടി. അതിന് ശേഷം വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് വേവാൻ വയ്ക്കാമേ. ഇത്രയും മതി കേട്ടോ. എരിയുള്ള മുളക് പൊടിയാണ് ചേർത്തേക്കുന്നത്. അപ്പോൾ വേവാൻ ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ഗ്യാസിലോട്ട് വയ്ക്കാം. ഇപ്പോൾ ഇതാടെ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാമേ. മാങ്ങയ്ക്ക് വേവില്ലാത്തതുകൊണ്ട് കേട്ടോ ചക്കക്കുരു വെന്ത ശേഷം മാങ്ങ ഇടാമെന്ന് പറഞ്ഞത്. ഇനി നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം. ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് ഞാൻ ഒരു മുറി തേങ്ങ, 3-4 അല്ലി വെളുത്തുള്ളി, അതുപോലെ തന്നെ 2 ചുമന്ന ഉള്ളി, പിന്നെ ചേർത്ത് കൊടുക്കുന്ന പച്ചമുളകാണ്. കാന്താരി ഉണ്ടെങ്കിൽ കാന്താരിയാണ് നല്ലത്. അപ്പം 3 പച്ചമുളക് ഞാൻ ചേർത്ത് കൊടുത്തു. പിന്നെ ചേർത്ത് കൊടുക്കുന്ന 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അതിനുശേഷം ഒരു 1/4 ടീസ്പൂണിന് താഴെ ചെറിയ ജീരകം അതും കൂടെ ചേർത്ത് കൊടുത്ത് അരയ്ക്കാൻ ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നല്ലതുപോലെ അരച്ചെടുക്കണം. ഇതുപോലെ അരച്ചെടുത്തുകൊണ്ട് വരാം. നല്ലതുപോലെ അരഞ്ഞ് കിട്ടണേ. അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചക്കക്കുരു വെന്ത ശേഷം നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചക്കക്കുരു ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാലോ ചക്കക്കുരു നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന മാങ്ങ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. ഇനിയാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് നല്ലതുപോലെ ഇളക്കിയ ശേഷം ഒരു 1/2 സ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഇളക്കിയിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം. ഇനി ഇതൊന്ന് വെന്ത് വരട്ടെ. നല്ലതുപോലെ അടച്ചു വെച്ച് കൊടുത്ത ശേഷം നല്ലതുപോലെ തിളക്കട്ടെ. ഒരു തിളയ്ക്കുമ്പോൾ തന്നെ മാങ്ങ വെന്ത് കിട്ടും കേട്ടോ. അപ്പം മാങ്ങയും കൂടെ വെന്ത ശേഷം വേണം നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ചക്കക്കുരു മാങ്ങാക്കറി നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉണക്ക ചെമ്മീനോ കൊഞ്ചുണ്ടല്ലോ, ഉണക്ക കൊഞ്ച്, അതുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാമേ. അപ്പോൾ എൻ്റെ കയ്യിൽ അതില്ലായിരുന്നുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തില്ല കേട്ടോ. അപ്പോൾ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം ചക്കക്കുരു മാങ്ങ നല്ലതുപോലെ ഉടഞ്ഞിട്ടുണ്ട്. ഇതങ്ങ് നമ്മൾ ഉടയ്ക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ തന്നെ ഒന്ന് ഇളക്കുമ്പോൾ തന്നെ നല്ലതുപോലെ ഉടഞ്ഞു വരും കേട്ടോ. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നല്ലതുപോലെ ഇപ്പോൾ കുറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കിയ ശേഷം നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ അരച്ച് വെച്ച അരപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആ ജാറിലേക്ക് തന്നെ ശകലം വെള്ളം കൂടെ ഒഴിച്ച് നീട്ടി കൊടുക്കാം. ഒരുപാട് അങ്ങ് നീട്ടിയെടുക്കണ്ട കേട്ടോ. ഈ കറി ഇത്തിരി കുറുകിയിരിക്കണേ. പിന്നെ തണുക്കുമ്പോൾ ഒന്നുകൂടെ കുറും. അപ്പോൾ അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയേ. ഇനിയും ഇത് വെട്ടി തിളയ്ക്കരുത്. നല്ലതുപോലെ ചൂടാവണം. നല്ലതുപോലെ ആവി കയറുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് കുറവാണ്. അപ്പോൾ നമ്മളിപ്പം അരപ്പൊക്കെ ചേർത്തപ്പോൾ ഉപ്പ് കുറവുണ്ട്. അപ്പോൾ ശകലം ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ നമ്മുടെ ടേസ്റ്റ് അനുസരിച്ചാണ് കൂടിയും കുറഞ്ഞു ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തോരം ഉപ്പ് വേണം അതനുസരിച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. അപ്പോൾ നല്ലതുപോലെ ഇളക്കി നല്ലതുപോലെ ചൂടാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് കടുക് വറുത്ത് കൊടുക്കാമേ. നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇത്തിരി ചാറ് ലൂസായിട്ടിരുന്നാലും ഇത് തണുക്കുമ്പോൾ നല്ലതുപോലെ കുറുകി വരും കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇത്തിരി ലൂസായി
ആയിരുന്നാലും കുഴപ്പമില്ലേ. അപ്പോൾ അതുകൊണ്ട് അതനുസരിച്ച് വേണം നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് കടുക് വറുത്ത് കൊടുക്കാം. അപ്പോൾ ഒരു പാൻ അടുപ്പിലോട്ട് വെച്ച് കൊടുത്ത് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. അതിന് ശേഷം ഇട്ട് കൊടുക്കുന്നത് ഉലുവയാണ്. ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ പൊട്ടിയ ശേഷം 1/4 ടീസ്പൂൺ കടുകും കൂടി ഇട്ട് നമുക്കൊന്ന് പൊട്ടിക്കാം. ഇതിലേക്ക് നമുക്ക് 3 ചുവന്നുള്ളി വട്ടത്തിലരിഞ്ഞതും 3 ഉണക്കമുളകും പിന്നെ കരിയാപ്പില ഇതിട്ട് കൊടുത്ത ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാമേ. ഇത് നല്ലതുപോലെ മൂത്ത് വന്ന ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യണം. അതിന് ശേഷം അതിലേക്ക് 1/4 ടീസ്പൂണിലും താഴെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു കളറിന് വേണ്ടിയാണ്. അതും കൂടെ ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് നേരെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ട് ചക്കക്കുരു മാങ്ങാക്കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് വറുത്ത ഉടനെ തന്നെ ഇത് അടച്ച് വെച്ച് കൊടുക്കണം. ഇപ്പം കണ്ടോ, നല്ല കുറുക്കി നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ചക്കക്കുരു മാങ്ങാക്കറി റെഡി ആയിട്ടുണ്ട്. ചോറ് കഴിക്കുക ഇത് മാത്രം മതി കേട്ടോ. ഇതിൻ്റെ കൂടെ ഒരു ഉണക്കമീൻ വറുത്തതും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട. അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി ചക്കക്കുരു മാങ്ങ കിട്ടുമ്പോൾ ഇതുപോലെ വെച്ച് നോക്കണേ. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.